നമ്മുടെ ഈ ചാനലിൻ്റെ വീഡിയോസിൻ്റെ താഴെയുള്ള കോമൻറ്റ് സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് മിസ്റ്റർ പെർഫെക്റ്റ് ടെക്, ഇതൊക്കെയാണ് എൻ്റെ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ 20,000 താഴെ ബെസ്റ്റ് ഫോൺ ഏതാണ്? സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 20,000 താഴെ, അതായത് 20,000 താഴെ എൻ്റെ ഫേവററ്റ് 5 ഫോൺസ് ആണ്. ഇതിനോടൊപ്പം തന്നെ ഈ ലിസ്റ്റിലുള്ള 5 ഫോൺസ് ഉണ്ടല്ലോ, ഈ 5 ഫോണുകളും വാങ്ങാനുള്ള കാരണങ്ങളും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ലിസ്റ്റിൽ ഞാൻ സെലക്ട് ചെയ്ത 5 ഫോൺസ് ഉണ്ടല്ലോ, അത് എൻ്റെ ഫേവററ്റ് 5 ഫോൺസ് ആണ്. സോ നിങ്ങളുടെ ഒരു ഫേവററ്റ് ഫോൺ ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ രണ്ടുപേരുടെയും ചോയ്സസ് സെയിം ആവണമെന്നില്ലല്ലോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്, പോക്കോ F2 ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? അപ്പോൾ നിങ്ങളിൽ 61% പേര് പറഞ്ഞത് അതിൻ്റെ പ്രൈസ് 20,000 to 25,000 റേഞ്ചിലായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ ഈ വീഡിയോൻ്റെ ചോദ്യമാണ്, ഇപ്പം റിഫ്രഷ് റേറ്റ് ഒരു ട്രെൻഡിങ് ഫീച്ചറാണല്ലോ എല്ലാ ഫോൺസിലും. ഈവൻ 20,000 താഴെ മിക്ക ഫോൺസിലും ഇപ്പം വരുന്ന ലേറ്റസ്റ്റ് ഫോൺസിലെല്ലാം ഹയർ റിഫ്രഷ് റേറ്റ് ആണ്. സോ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യും? IPS LCD സ്ക്രീൻ വിത്ത് ഹയർ റിഫ്രഷ് റേറ്റ്, അതായത് 120 ഹെർട്സോ 90 ഹെർട്സ് ആണോ, അതോ നിങ്ങൾക്ക് 60 ഹെർട്സ് പക്ഷേ സൂപ്പർ ആംലോഡ് സ്ക്രീൻ മതിയോ? ഇവിടെ ക്ലിക്ക് ചെയ്ത് അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ചാനലിൽ നമ്മളൊരു ഫ്രീ ഗിവ് അവേ നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വീഡിയോ കാണുക, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ സ്വാഗതം. നമ്മളിവിടെ ചെയ്യുന്നത് ബോറടിക്കാതെ നല്ല ഫൺ ടെക് വീഡിയോസ് ആണ്, അതും മലയാളത്തിൽ. സോ അതിൽ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ 20,000 താഴെയുള്ള ഈ ലിസ്റ്റിൽ 5th പൊസിഷനിൽ വന്നിരിക്കുന്ന ഫോണാണ് റിയൽമിയുടെ റിയൽമി 6. റിയൽമി 6 വരുന്നത് 6.5 ഇഞ്ചിൻ്റെ IPS LCD ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേയുമായിട്ടാണ്. ഡിസ്പ്ലേയിൽ ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷൻ ആണുള്ളത്. ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്സ് ആണ് 60 ഹെർട്സും 90 ഹെർട്സും. റിയൽമി 6 HDR പ്ലേബാക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ കൂടെ വരുന്ന പ്രൊസസ്സറാണ് 12 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ചുണ്ടാക്കിയ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G90T. GPU ആണ് മാലി G76 MC4. 3 റാം സ്റ്റോറേജ് വേരിയൻസ് ആണ് 6GB 64GB, 6GB 128GB, 8GB 128GB. ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ വരുന്ന OS ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ Android 10 റിയൽമി UI. ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 64 മെഗാ പിക്സലിൻ്റെ സാംസങ്ങിൻ്റെ GW1 വൈഡ് സെൻസർ ഉണ്ട്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. നിങ്ങൾക്ക് 4K വീഡിയോസ് വരെ എടുക്കാൻ പറ്റും 30 FPS. ഫ്രണ്ട് ക്യാമറയാണ് 16 മെഗാ പിക്സലിൻ്റെ. ഇതിലുള്ള ബാറ്ററിയാണ് 4300 mAh. കൂടെ വരുന്ന ചാർജറാണ് 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. ഈ ചാർജർ വെച്ച് ഫുൾ ചാർജ് ചെയ്യാൻ 64 മിനിറ്റ്സ് മതി. ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്. ഇതിൽ P2A നാനോ കോട്ടിംഗ് ഉണ്ട്. സോ ഇതിൽ സ്പിൽ റെസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡിലാണ് പവർ ബട്ടൻ്റെ മേളിൽ. ഇതിൽ ഫേസ് അൺലോക്ക് ഫീച്ചർ ഉണ്ട്, പക്ഷേ നോട്ടിഫിക്കേഷൻ LED, IR ബ്ലാസ്റ്ററും നാവിക് സപ്പോർട്ടും ഇല്ല. സിംഗിൾ സ്പീക്കേഴ്സ് ആണ്. ഹെഡ്ഫോൺ ജാക്കിൻ്റെ സ്ലോട്ട് ഉണ്ട്. പിന്നെ വൈഫൈയും ക്യാമറ ടു API സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അന്തുതു സ്കോർ ആണ് 2,90,226. 4GB 64GB പ്രൈസ് ആണ് 12,999 രൂപ. 6GB 128GB പ്രൈസ് ആണ് 14,999 രൂപ. 8GB 128GB പ്രൈസ് ആണ് 15,999 രൂപ. റിയൽമിയുടെ റിയൽമി 6 മേടിക്കാനുള്ള 5 കാരണങ്ങളാണ്. ഫസ്റ്റ് റീസൺ ആണ് 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ഫോണ് റിയൽമിയുടെ റിയൽമി 6 ആയിരിക്കും. പിന്നെ മീഡിയ ടെക്കിൻ്റെ പവർഫുൾ ഹീലിയോ G90T പ്രൊസസ്സർ കൊണ്ടുവരുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോൺ കൂടിയാണ് റിയൽമി 6. റിയൽമി 6ൻ്റെ 6GB വേരിയൻറ്റ് വെച്ച് നിങ്ങൾക്ക് എക്സ്ട്രീമിൽ കളിക്കാൻ പറ്റും PUBG. അതേസമയത്ത് 4GB വേരിയൻറ്റ് വെച്ച് നിങ്ങൾക്ക് ഹൈലി കളിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ കുറഞ്ഞ റേറ്റിൽ 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ കൊണ്ടുവരുന്ന ഫസ്റ്റ് ഫോണാണ് റിയൽമി 6. അതിനോടൊപ്പം തന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡ് സ്ലോട്ടും കിട്ടുന്നുണ്ട്. 20,000 താഴെയുള്ള ഏറ്റവും ബെസ്റ്റ് ഫോണിൻ്റെ ലിസ്റ്റിൽ 4th പൊസിഷനാണ് റെഡ്മിയുടെ Redmi Note 9 Pro Max. ഇതിൽ വരുന്നത് 6.6 ഇഞ്ചിൻ്റെ IPS LCD ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. റിഫ്രഷ് റേറ്റ് 60 ഹെർട്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് HDR പ്ലേബാക്ക് കിട്ടുന്നില്ല. കൂടെ വരുന്നത് ക്വാൾകോമിൻ്റെ തന്നെ ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസ്സറാണ്. 8 നാനോമീറ്റർ ടെക്നോളജി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടെ വരുന്ന GPU ആണ് ക്വാൾകോമിൻ്റെ തന്നെ Adreno 618 വിത്ത് എലൈറ്റ് ഗെയിമിംഗ് ഫീച്ചർ. 6GB 64GB, 6GB 128GB, 8GB 128GB ആണ് ഇതിൻ്റെ റാം സ്റ്റോറേജ് വേരിയൻസ്. ഇതിലും ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD സ്ലോട്ട് ഉണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ആൻഡ്രോയിഡിൻ്റെ 10 വേർഷൻ ആണ് വിത്ത് MIUI 11. മെയിൻ ക്യാമറ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 64 മെഗാ പിക്സലിൻ്റെ സാംസങ്ങിൻ്റെ GW1 വൈഡ് സെൻസർ ഉണ്ട്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് എടുക്കാൻ കഴിയും at 30 FPS. ഫ്രണ്ട് ക്യാമറയാണ് 32 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറ.
കൂടെ വരുന്നത് 5020 mAh ഒരു വലിയ ബാറ്ററിയാണ്. അത് ചാർജ് ചെയ്യാൻ വേണ്ടി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. ഈ ചാർജർ വെച്ച് നിങ്ങൾക്ക് 30 മിനിറ്റ് കൊണ്ട് 50% ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൽ ട്രിപ്പിൾ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് ആണ്. അതോടൊപ്പം തന്നെ ക്യാമറയുടെ പ്രൊട്ടക്ഷനും ഗൊറില്ല ഗ്ലാസ് 5 ആണ്. P2i നാനോ കോട്ടിംഗ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സ്പിൽ റെസിസ്റ്റൻ്റ് ആണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡിലാണ്. ഇതിൽ നോട്ടിഫിക്കേഷൻ LED ഫീച്ചർ ഉണ്ട്, ഫേസ് അൺലോക്ക് ഫീച്ചർ ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്, നാവിക് സപ്പോർട്ടും ഉണ്ട്. സിംഗിൾ സ്പീക്കറാണ്, കൂടെ ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. വൈഫൈ കോളിംഗിൻ്റെ ഫീച്ചർ ഉണ്ട്, ക്യാമറ ടു API ഫീച്ചർ ഉണ്ട്, വൈഡ് 1 L1 സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ANTUTU സ്കോറാണ് 2,80,118. ഇതിൻ്റെ 3 വേരിയൻസിൻ്റെയും പ്രൈസസ് ആണ്. 6GB 64GB പ്രൈസാണ് 14,999 രൂപ. 6GB 128GB പ്രൈസാണ് 16,999 റുപ്പീസ്. 8GB 128GB പ്രൈസാണ് 18,999 റുപ്പീസ്. ഇനി റെഡ്മിയുടെ Note 9 Pro Max വാങ്ങാനുള്ള 5 കാരണങ്ങളാണ്. നമ്പർ 1 ആണ് 720G പ്രൊസസ്സറാണ്. ഈ വർഷം ഇറങ്ങിയ സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് പ്രൊസസ്സറാണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നാവിക് സപ്പോർട്ടും കിട്ടുന്നുണ്ട്, അതായത് ISROയുടെ നാവിക് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. കൂടെ വരുന്നത് വലിയൊരു ബാറ്ററിയാണ്, 5020 mAh ബാറ്ററിയാണ്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. P2i നാനോ കോട്ടിംഗ് ഉണ്ട്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയുണ്ട്. പ്ലസ് നോട്ടിഫിക്കേഷൻ LEDയും IR ബ്ലാസ്റ്ററും കിട്ടുന്നുണ്ട്. Redmi Note 9 സീരീസിൻ്റെ ഡീറ്റെയിൽ സ്പെക് റിവ്യൂ ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോസിന് ലൈക്ക് കിട്ടുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടാറുണ്ട്. ഈ ലിസ്റ്റിൽ 3ാമത്തെ പൊസിഷനിലുള്ള ഫോണാണ് റിയൽമിയുടെ Realme 6 Pro. ഈ ഫോൺ വരുന്നത് 6.6 ഇഞ്ചിൻ്റെ IPS LCD ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേയുമായിട്ടാണ്. ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. 60 ഹെർട്സും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് HDR പ്ലേബാക്ക് കിട്ടുന്നില്ല. ഇതിലുള്ള പ്രൊസസ്സറാണ് ക്വാൾകോമിൻ്റെ ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ 720G 8 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയതാണ്. കൂടെ വരുന്ന പ്രൊസസ്സറാണ് ക്വാൾകോമിൻ്റെ തന്നെ Adreno 618 വിത്ത് എലീറ്റ് ഗെയിമിംഗ്. 3 വേരിയൻസ് ആണ് 6GB 64GB, 6GB 128GB, 8GB 128GB. ഇതിലും ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് OS Android 10 ആണ് വിത്ത് Realme UI. നമ്മൾ കഴിഞ്ഞ 2 ഫോൺസിലും കണ്ടതുപോലെ ഇതിലും ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. മെയിൻ ക്യാമറ സെയിം ആണ്, 64 മെഗാപിക്സലിൻ്റെ സാംസങ്ങിൻ്റെ GW1 വൈഡ് ക്യാമറയാണ്. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 20x ഹൈബ്രിഡ് സൂമുള്ള 12 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ഉണ്ട്, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഉണ്ട്. ഈ ഫോണും വെച്ച് നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS എടുക്കാൻ കഴിയും. ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറാസ് ആണ്, 16 മെഗാപിക്സലിൻ്റെ വൈഡും പിന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും കിട്ടുന്നുണ്ട്. ഇതിലുള്ളത് 4300 mAh ബാറ്ററിയാണ്. കൂടെ വരുന്നത് 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. ഈ ഫാസ്റ്റ് ചാർജർ വെച്ച് നിങ്ങൾക്ക് ഈ ഫോൺ 64 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ കഴിയും. ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5 ആണ്. P2i നാനോ കോട്ടിംഗ് ഉണ്ട്. സോ സ്പിൽ റെസിസ്റ്റൻ്റ് ആണ്. സൈഡ് മൗണ്ടഡ് പവർ ബട്ടൺ ആണ്. നോട്ടിഫിക്കേഷൻ LED IR ബ്ലാസ്റ്റർ ഇല്ല, പക്ഷേ ഫേസ് അൺലോക്ക് ഫീച്ചർ ഉണ്ട്. കൂടെ ISROൻ്റെ നാവിക് സപ്പോർട്ടും ഉണ്ട്. സിംഗിൾ സ്പീക്കർ ആണെങ്കിലും ഹൈ റെസൊല്യൂഷൻ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിത്ത് ഡോൾബി അറ്റ്മോസ് ഫീച്ചർ. ഇതിലും ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, വൈഫൈ കോളിംഗിൻ്റെ ഫീച്ചർ ഉണ്ട്, ക്യാമറ ടു API ഫീച്ചർ ഉണ്ട്. ഇതിൻ്റെ ANTUTU സ്കോറാണ് 2,80,681. ഇതിൻ്റെ 6GB 64GB പ്രൈസാണ് 14,999 രൂപ. 6GB 128GB പ്രൈസാണ് 16,999 രൂപ. 6GB 128GB പ്രൈസാണ് 18,999 രൂപ. Realme 6 Pro വാങ്ങാനുള്ള കാരണങ്ങളാണ്. നമ്പർ 1 ആണ് 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. നമ്പർ 2 ആണ് സ്നാപ്ഡ്രാഗൻ്റെ ലേറ്റസ്റ്റ് 720G പ്രൊസസ്സർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ISROയുടെ നാവിക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സ്പീക്കറിൽ ഡോൾബി അറ്റ്മോസ് ഫീച്ചർ ഉണ്ട്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. P2i നാനോ കോട്ടിംഗ് ഉണ്ട്. പിന്നെ ഈ ലിസ്റ്റിലുള്ള വേറെ ഒരു ഫോണിനും ഇല്ലാത്ത 2 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാണ് ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ അൾട്രാ വൈഡ് സെൽഫി ക്യാമറയുണ്ട്. സോ ബെസ്റ്റ് ഫോൺസ് അണ്ടർ 20,000 ലിസ്റ്റിൽ സെക്കൻഡ് പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിലും വരുന്ന ഫോൺസ് ഉണ്ടല്ലോ, ഈ ഫോൺസ് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് പൊസിഷനിൽ ഇട്ട ഫോൺ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ആക്കാം. സോ ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് വരുന്ന ഫോണാണ് റിയൽമിയുടെ Realme X2. ഇതിലുള്ളത് 6.4 ഇഞ്ചിൻ്റെ സൂപ്പർ ആമുലഡ് ഡിസ്പ്ലേ ആണ് വിത്ത് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ. ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ആണ്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. HDR പ്ലേബാക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. കൂടെ വരുന്നത് ക്വാൾകോമിൻ്റെ പവർഫുൾ ആയ മിഡ് റേഞ്ച് പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൻ്റെ ഒക്ടാകോർ 730G. ഇത് 8 നാനോമീറ്റർ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയതാണ്. കൂടെ വരുന്ന പ്രൊസസ്സറാണ് നമ്മൾ ഇതുവരെ കണ്ട സെയിം പ്രൊസസ്സറാണ് ക്വാൾകോമിൻ്റെ Adreno 618 വിത്ത് എലീറ്റ് ഗെയിമിംഗ്. 3 റാം സ്റ്റോറേജ് വേരിയൻസ് ആണ്. 4GB 64GB, 6GB 128GB, 8GB 128GB. ഇതിലും ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡിൻ്റെ 9 വെർഷനാണ്. പക്ഷേ അത് അപ്ഗ്രേഡബിൾ ആണ് ടു Android 10, കാരണം ഇപ്പം റോൾ ഔട്ട് തുടങ്ങിയിട്ടുണ്ട് Realme X2ന് വേണ്ടി. അതേപോലെ ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്ന UI ആണ് കളർ OS. അത് നിങ്ങൾക്ക് Realme UI ആയി അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ കൂടെയും ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. സെയിം മെയിൻ ക്യാമറയാണ്, 64 മെഗാപിക്സലിൻ്റെ സാംസങ്ങിൻ്റെ GW1 വൈഡ് ക്യാമറ. ബാക്കി 3 ക്യാമറാസാണ് 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്,
2 മെഗാ പിക്സലിൻ്റെ മാക്രോ, പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS എടുക്കാൻ കഴിയും. ഫ്രണ്ട് ക്യാമറയാണ് 32 മെഗാ പിക്സലിൻ്റെ. ഈ ഫ്രണ്ട് ക്യാമറ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിയൽ ടൈം ബൊക്കെ വീഡിയോസ് എടുക്കാൻ കഴിയും. ബാറ്ററിയാണ് 4000 mAh-ൻ്റെ 30 വാട്ടിൻ്റെ വൂക്ക് 4.0 ചാർജർ ഉണ്ട്. 75 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ കഴിയും. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് P2i നാനോ കോട്ടിംഗ് കിട്ടുന്നില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. നോട്ടിഫിക്കേഷൻ LED ഇല്ല. ഫേസ് അൺലോക്ക് ഫീച്ചർ ഉണ്ട്. IR ബ്ലാസ്റ്ററും ഇല്ല. പിന്നെ ഒരു ചെറിയ പോയിന്റാണ്, FM റേഡിയോയും കിട്ടുന്നില്ല. ISR-ൻ്റെ നാവിക് സപ്പോർട്ടും ഇല്ല. സിംഗിൾ സ്പീക്കേഴ്സ് ആണ്. ഡോൾബി അറ്റ്മോസ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന സിംഗിൾ സ്പീക്കേഴ്സ് ആണ്. കൂടെ ഹെഡ്ഫോൺ ജാക്കും കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് വൈഫൈ കോളിംഗ് ഇല്ലെങ്കിലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഫീച്ചർ കിട്ടുന്നതായിരിക്കും. ക്യാമറ ടു API ഫീച്ചർ ഉണ്ട്. വൈഡ് 1 L1 സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അന്തുതു സ്കോറാണ് 2,66,173. 4GB 64GB പ്രൈസാണ് 16,999. 6GB 120GB പ്രൈസാണ് 18,999 രൂപ. 8GB 128GB പ്രൈസാണ് 19,999 രൂപ. റിയൽമി X2 വാങ്ങാനുള്ള 5 കാരണങ്ങളാണ്. നമ്പർ 1 ആണ്, ഈ ഒരു ലിസ്റ്റിൽ ഈ ഫോണിൽ മാത്രമേ സൂപ്പർ ആമോലെഡ് സ്ക്രീൻ വരുന്നുള്ളൂ. സോ നിങ്ങൾ ഒരുപാട് സിനിമകളും വീഡിയോസും TV സീരീസൊക്കെ ഫോണിൽ കാണാറുണ്ടെങ്കിൽ നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ സൂപ്പർ ആമോലെഡ് സ്ക്രീൻ മസ്റ്റാണ്. സെക്കൻഡ് പോയിന്റ് ആണ്, സൂപ്പർ ആമോലെഡ് സ്ക്രീൻ ഉള്ളതുകൊണ്ട് ഈ ഒരു ലിസ്റ്റിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉള്ള ഒരൊറ്റ ഫോണാണ് റിയൽമി X2. 730G പ്രൊസസ്സർ കിട്ടുന്നുണ്ട്. നല്ല ഉഗ്രൻ ഗെയിമിംഗ് പ്രൊസസ്സറാണ്. ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD സ്ലോട്ട് ഉണ്ട്. പിന്നെ 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയുണ്ട്. ആ ഫ്രണ്ട് ക്യാമറയിൽ തന്നെ നിങ്ങൾക്ക് EIA സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥമാണ് ഫ്രണ്ട് ക്യാമറയിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ റിയൽ ടൈം ബൊക്കെ എഫക്റ്റും ഉണ്ട്. സോ സെൽഫി ക്യാമറ വെച്ച് ഒരുപാട് വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് റിയൽമി X2. അതിനോടൊപ്പം തന്നെ സ്പീക്കറിൽ ഡോൾബി അറ്റ്മോസ് ഫീച്ചറും ഉണ്ട്. സോ ബെസ്റ്റ് ഫോൺസ് അണ്ടർ 20,000 ഈ ലിസ്റ്റിൽ ഫസ്റ്റ് പൊസിഷനിലാണ്, നിങ്ങൾ എല്ലാവരും ഗെസ് ചെയ്ത് കാണും, പോക്കോയിൻ്റെ പോക്കോ X2. ഇതിലുള്ളത് 6.67 ഇഞ്ചിൻ്റെ IPS LCD ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ 60 Hz ആൻഡ് 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇത് HDR പ്ലേബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ തൽക്കാലം അത് യൂട്യൂബിൽ മാത്രമേ വർക്ക് ആവുന്നുള്ളൂ. മിക്കവാറും അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് വേറെ ഇടത്തും HDR പ്ലേബാക്ക് സപ്പോർട്ട് കിട്ടും. ഇതിൽ വരുന്ന പ്രൊസസ്സറാണ് നമ്മൾ റിയൽമി X2 കണ്ട അതേ പ്രൊസസ്സറാണ് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ ഒക്ടാകോർ 730G. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ലിക്വിഡ് കൂൾ ടെക്നോളജി കിട്ടുന്നുണ്ട്. ലിക്വിഡ് കൂൾ ടെക്നോളജിയെ കുറിച്ചുള്ള ഒരു ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യട്ടെ. ഈ ഒരു കൂളിംഗ് ടെക്നോളജി ഉണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഫോൺ ഹീറ്റ് ആവില്ല എന്നല്ല. പക്ഷേ ഫോൺ ഹീറ്റ് ആവുമ്പോൾ അത് അത്രയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഇതിലും ക്വാൾകോമിൻ്റെ Adreno 618 GPU ആണ്. പോക്കോ X2 വരുന്നത് 3 വേരിയൻസിലാണ്. 6GB 64GB, 6GB 128GB, 8GB 256GB. ബാക്കി എല്ലാം ഫോൺസിലും കിട്ടുന്ന പോലെ നിങ്ങൾക്കിതിൽ ഡെഡിക്കേറ്റഡ് മൈക്രോ SD സ്ലോട്ട് കിട്ടുന്നില്ല. ഇതിലുള്ളത് ഹൈബ്രിഡ് മൈക്രോ SD സ്ലോട്ടാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ആൻഡ്രോയിഡിൻ്റെ 10 വേർഷൻ ഉണ്ട് വിത്ത് MIUI 11 വിത്ത് പോക്കോ ലോഞ്ചർ. ഈ ലിസ്റ്റിൽ ബാക്കി എല്ലാം ഫോൺസിലും ഉള്ളതുപോലെ ഇതിലും ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. പക്ഷേ ഡിഫറൻസ് വരുന്നത് 64 മെഗാ പിക്സലിൻ്റെ സോണിയുടെ ലേറ്റസ്റ്റ് IMX686 വൈഡ് ക്യാമറയാണ് പോക്കോ X2-ലുള്ളത്. സോ സാംസങ്ങിൻ്റെ GW1 വൈഡ് ക്യാമറ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ക്യാമറയാണ് സോണിയുടെ. അതെന്താണ് കാരണം എന്ന് പറയുമ്പോൾ ഞാൻ പോക്കോ X2 വേറെ ഫോണുകൾ വെച്ച് ഒരുപാട് കമ്പാരിസൺസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിലിൽ കാണാൻ കഴിയും. ബാക്കി 3 ക്യാമറകളാണ് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. നിങ്ങൾക്ക് 4K വീഡിയോസ് എടുക്കാൻ കഴിയുമ്പോൾ 30 FPS. ഇതിൽ ഡ്യുവൽ സെൽഫി ക്യാമറാസ് ആണ്. 20 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറ, പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. പോക്കോ X2-നോടൊപ്പം വരുന്നത് 4500 mAh ബാറ്ററിയാണ്. 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഈ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏകദേശം 65-70 മിനിറ്റ് എടുക്കും. ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5 ആണ്. P2i നാനോ കോട്ടിംഗ് കിട്ടുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡിലാണ്. നോട്ടിഫിക്കേഷൻ LED-യും ISR-യുടെ നാവിക് സപ്പോർട്ട് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നില്ല. ഫേസ് അൺലോക്ക് ഫീച്ചറും IR ബ്ലാസ്റ്ററും ഉണ്ട്. സിംഗിൾ സ്പീക്കറാണ്. ഹൈ റെസൊല്യൂഷൻ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോൾബി അറ്റ്മോസ് ഫീച്ചർ ഇല്ല. ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. പോക്കോ X2 ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ വൈഫൈ കോളിംഗിൻ്റെ ഫീച്ചർ ഉണ്ട്. ക്യാമറ ടു API ഫീച്ചർ ഉണ്ട്. വൈഡ് 1 L1 സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അന്തുതു സ്കോറാണ് 2,74,334. പോക്കോ X2-ൻ്റെ 3 വേരിയൻസിൻ്റെ പ്രൈസാണ്. 6GB 64GB പ്രൈസാണ് 15,999 രൂപ. 6GB 128GB പ്രൈസാണ് 16,999 രൂപ. 8GB 256GB പ്രൈസാണ് 19,999 രൂപ. ഇനി പോക്കോ X2 വാങ്ങാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് റീസൺ ആണ് 120 ഹെർട്സിൻ്റെ സൂപ്പർ സ്മൂത്ത് റിഫ്രഷ് റേറ്റ്. 20,000 താഴെ ഈ ഒരു സൂപ്പർ ഹൈ റിഫ്രഷ് റേറ്റ് കിട്ടുന്ന ഒരൊറ്റ ഫോണാണ് പോക്കോ X2. സെക്കൻഡ് റീസൺ ആണ് സ്നാപ്ഡ്രാഗണിൻ്റെ 730G പ്രൊസസ്സർ ഉണ്ട്. നല്ല പവർഫുൾ ആയ മിഡ് റേഞ്ച് പ്രൊസസ്സറാണ്. കൂടെ വരുന്നത് ലിക്വിഡ് കൂൾ ടെക്നോളജിയാണ്. മൂന്നാമത്തെ റീസൺ ആണ് 20,000 താഴെയുള്ള ബെസ്റ്റ് ക്യാമറ ഫോൺ എന്ന് പറഞ്ഞാൽ അത് പോക്കോ X2 ആണ്. പിന്നെ P2i നാനോ കോട്ടിംഗ് കിട്ടുന്നുണ്ട്. IR ബ്ലാസ്റ്റർ ഉണ്ട്.
HDR10 സപ്പോർട്ടുമുണ്ട്. പിന്നെ ബാക്കി 4 ഫോൺസിലും കാണാത്ത 256GB സ്റ്റോറേജിൻ്റെ ഓപ്ഷനും പോക്കോ X2 ഉണ്ട്. സോ ഈ 5 ഫോൺസ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 20,000 താഴെയുള്ള 5 ഫോണുകൾ. ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫേവററ്റ് ഫോൺ ലിസ്റ്റിൽ വന്നില്ലെങ്കിൽ അതും കൂടെ അറിയിക്കുക താഴെ. പിന്നെ അതിൻ്റെ എന്താ സ്പെഷ്യൽ, ആ ഫോണിനെ കുറിച്ചുള്ള എന്താ സ്പെഷ്യാലിറ്റി അതും കൂടെ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടെ ഞെക്കിക്കോ. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.